السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وسندنا ونبينا ومولانا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم من أبدا للخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. നാമൻ സ്വീകരിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ശത്രുക്കൾ ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏത് നിലക്കായാലും മനുഷ്യന് ശത്രുവുണ്ട്. നന്മ ചെയ്താലും തിന്മ ചെയ്താലും മനുഷ്യന് ശത്രുവുണ്ട്. നമ്മുടെ അഅമാലുകളുടെ പവർ അനുസരിച്ചായിരിക്കും നമ്മുടെ ശത്രുത കൂടുതലും കുറവും ഉണ്ടാവുക.
നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളിൽ നിന്നും പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കും. നമ്മുടെ രാജ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ശത്രു ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ ഓരോ അവസ്ഥകൾ അവൻ തട്ടിയെടുക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. നമ്മുടെ സമ്പത്ത് ആരെങ്കിലും തട്ടിയെടുത്താൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തെ ആരെങ്കിലും തട്ടിയെടുത്താൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ ആരെങ്കിലും തട്ടിയെടുത്താൽ അത് നമ്മുടെ ഇരു ലോകത്തെയും ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശത്രുവായി പരിചയപ്പെടുത്തിയ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു മനുഷ്യനിൽ നിന്ന് തട്ടിയെടുക്കുന്നത്, ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത് അവന്റെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ അല്ലെങ്കിൽ മനസ്സിനെ കീഴടക്കുന്ന ഒരാൾക്ക് അവന്റെ ശരീരത്തെയും അവന്റെ സമ്പത്തിനെയും അവൻ ഒരുക്കി കൂട്ടിവെച്ച എല്ലാത്തിനെയും അവന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. അതിനെയാണ് നമ്മൾ വസ്വാസ എന്ന് പറയുന്നത്. ശൈത്താന്റെ പിടിയിൽപ്പെടുന്ന ആളുകൾ അവർ വസ്വാസ് ബാധിച്ചവരാണ്. അവൻ ശൈത്താന്റെ വഴിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ശൈത്താന ലകും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, ഇന്ന ശൈത്താന, ശൈത്താൻ എന്ന് പറഞ്ഞാൽ ലകും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ലക്കും അദുവ്വൻ, ഓരോ മനുഷ്യനും ശൈത്താൻ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, അതുകൊണ്ട് നിങ്ങൾ അവനെയും ശത്രുവായി കണക്കാക്കണേ. പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. ശൈത്താൻ, ഇബ്ലീസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫത്തഖിദൂഹു അദുവ്വാ, ആ ശൈത്താനിനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കണേ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലയകൂനു മിൻ അസ്ഹാബിസ് സഈർ, ആരെങ്കിലും ശൈത്താനിന് വഴിപ്പെട്ടു പോയാൽ, ശൈത്താനിന്റെ മാർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചു പോയാൽ അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വലിയ ചതിക്കുഴിയിലേക്കാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, മനുഷ്യരെ, സഹോദരന്മാരെ, ഇബ്ലീസിന്റെ വഴികളിൽ പ്രവേശിക്കുന്നതിനെ നാം വല്ലാതെ ഭയപ്പെട്ടു പോകണം. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആജ്ഞയാണ്. മറ്റൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എങ്ങനെയാണ് മനുഷ്യനെ പിശാച് വഴി തെറ്റിപ്പിക്കുന്നതെന്നറിയുമോ? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ, ഈ മനുഷ്യൻ, ഈ ശൈത്താൻ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വരും. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന കൊള്ളാരുതമയുണ്ടല്ലോ, മോശമായ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം ശൈത്താൻ വലിയ ഭംഗിയുള്ളതായി നമ്മളോട് കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, സുയ്യിന ലഹു സൂഉ അമലിഹി, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും ഉണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾക്കത് മോശമാണെന്ന് അറിയാമെങ്കിലോ ഇബ്ലീസ് ശൈത്താൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അവൻ നിങ്ങളോട് പറയും, ഫറആഹു ഹസനാ,
അത് നിങ്ങൾക്ക് വല്ലാതെ നന്മയുള്ളതായി തോന്നും. ചെയ്യുന്നത് മഹാപോകിരത്തിലായിരിക്കും, പക്ഷേ അത് വലിയ വലിയ നന്മയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിൽ ഇബ്ലീസ് ശൈത്താൻ വല്ലാതെ തോന്നിപ്പിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഇന്നല്ലാഹ യുളില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഹിദായത്തിന്റെ മാർഗ്ഗത്തിലുമാക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ളലാലത്തിന്റെ മാർഗ്ഗത്തിലേക്കും അല്ലാഹു വിടുന്നതാണ്. അതുകൊണ്ട് ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്. തിന്മയുടെ മാർഗ്ഗത്തിലേക്ക്, ഇബ്ലീസ് ക്ഷണിക്കുന്ന മാർഗ്ഗത്തിലേക്ക് നിങ്ങൾ പോകരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. പക്ഷെ ഇപ്പം പല വിധേന നമ്മളെ തകർക്കാൻ നോക്കും. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും ഈ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് തോന്നും. പക്ഷേ ആ തെറ്റാണെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അത് ഇബ്ലീസ് നമുക്ക് ഭംഗിയാക്കി തരുന്നു. ഇപ്പൊന്ന് ചെയ്തു എന്ന് കരുതി കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോ തൗബ ചെയ്യാലോ, അല്ലാഹുവിനോട് പുറത്തു തരാലോ തോന്നൂലോ. അല്ലെങ്കിൽ ഇതൊരു ചെറിയ തെറ്റല്ലേ, ഇതിങ്ങനെ ഇബ്ലീസ് ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുകയാണ്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്താന ഖഅദ ഇബ്നി ആദമ ബിത്വരീഖിൽ ഇസ്ലാം. ശൈത്താന്റെ പണി എന്ന് പറഞ്ഞാല് നന്മകളെ മുടക്കുക എന്നുള്ളതാണ്. നന്മ എവിടെയുണ്ടോ അതെല്ലാം മുടക്കുക എന്നുള്ളതാണ് ശൈത്താന്റെ പണി. നന്മയാണെന്ന് തോന്നിച്ചുകൊണ്ട് തിന്മയെ ചെയ്യുക, അങ്ങനെ അവനെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഹബീബായ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഒരു നന്മ മനുഷ്യന് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നതാ. പരിശുദ്ധമായ ഇസ്ലാമിൽ കൃത്യമായി അടിയുറച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അവൻ അല്ലാഹു തആല വലിയ നന്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നന്മ അവൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനുണ്ടല്ലോ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ഓരോ പ്രവർത്തനങ്ങളുമായി അവൻ കടന്നു വരുമ്പോൾ ആ വഴിയിലൂടെ ഇബ്ലീസ് കടന്നു വരികയാണ്. ഇന്ന ശൈത്വാന ഖഅദ ഇബ്നി ആദമ ബിത്വരീഖിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ശൈത്താൻ ആ വഴിയിൽ പ്രവേശിക്കുന്നതാ. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, വഖാല ലഹു തുസല്ലിമു വതദറു ദീനക വദീന അബായിക. അല്ലയോ മനുഷ്യ, നീ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കയറുകയാണോ? നിന്റെ പിതാക്കന്മാർ മുതൽ ആരാധിച്ചു പോയിരുന്ന ആ ദേവീ ദേവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും സുന്ദരമായി പറന്നു കിടക്കുന്ന ഈ ലോകത്തിന്റെ ഈ ആസ്വാദനത്തിൽ നിന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കാലെടുത്തു വെക്കുകയാണോ? ഇങ്ങനെ വന്ന് ഇബ്ലീസ് ഇങ്ങനെ പഠിപ്പിക്കും. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുകയാ, ഈ ഇബ്ലീസ് ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, ഫഅസാഹു ഫഅസ്ലമാ ഫഗുഫിറ ലഹു വഖഅദ ലഹു ബിത്വരീഖി. ഈ ഇബ്ലീസ് ചോദിക്കുന്ന സമയത്ത് ഈ ഇബ്ലീസിനെ ആര് പരാജയപ്പെടുത്തുന്നുവോ അവനാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചത്. ഇത് ഇബ്ലീസ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നല്ല അമലുകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ചോദിക്കും. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, ഇനി ഒരാളെങ്ങാനും ഹിജറയുടെ വഴികളിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പ്രവാചകന്റെ കൂടെയോ ഹിജറയ്ക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹിജറയ്ക്ക് പോകുന്ന ആളുടെ വഴിയിൽ ശൈത്താൻ കയറി നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഈ മനുഷ്യനോട് പറയുന്നതാണ്, തുഹാജിറു വതദറു അർളക വസമാക.
നീ നിന്റെ ഭൂമിയും നിന്റെ നാടും ഉപേക്ഷിച്ചുകൊണ്ടാണോ വിതറയ്ക്ക് പോകുന്നത്? എത്രയോ ബന്ധുക്കളാണ് നിന്റെ നാട്ടിലുള്ളത്, എത്രയോ കൂട്ടുകാരാണ് നിന്റെ നാട്ടിലുള്ളത്, എത്രയോ സൗകര്യങ്ങളാണ് നിനക്ക് നിന്റെ നാട്ടിലുള്ളത്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നീ ഹിജറയ്ക്ക് പോവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് നിന്റെ ഹിജറയുടെ വഴിയിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരെങ്കിലും ജിഹാദിന്റെ വഴികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതാ ഇബ്ലീസ് ആ വഴി കടന്നു വരികയാ. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, തുജാഹിദു വഹുവ ജഹദുൻ നഫ്സി വൽ മാലി, നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോവുകയാണോ? എന്താ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? നീ സമ്പാദിച്ച നിന്റെ സമ്പത്ത് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നിന്റെ ശരീരം അവിടെ പോയി ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നിന്റെ ശരീരം കീറി കുറഞ്ഞു പോകുന്നു, കഷ്ണങ്ങളായി പോകുന്നു. നീ എന്നിട്ട് എന്തിനാണ് ഈ യുദ്ധത്തിന് നീ പോകുന്നത് എന്ന് ചോദിക്കുന്നു. മാത്രമല്ല നീ അവിടെ കൊല്ലപ്പെട്ടു പോകുന്നു. നീ എങ്ങാനും കൊല്ലപ്പെട്ടു പോയാൽ നീ ഇത്രയും നാൾ നീ കിടന്നിരുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, മറ്റൊരാളെ വിവാഹം ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയായി പോകുകയാണ്. ഇതുപോലെ കുറെ പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരികയല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ ജിഹാദിന് പോകുന്നത് എന്ന് ഇബ്ലീസ് ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതൊരു നന്മയിലേക്കും മനുഷ്യൻ മുന്നിട്ട് പോയാൽ, ഏതൊരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലോ, പാവങ്ങളെ സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചാലോ, എന്തെങ്കിലും നന്മകൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലോ, അപ്പോഴതാ ആ സമയത്ത് ഇബ്ലീസ് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയാ, നമ്മളോട് ചോദിക്കുകയാ, ഇപ്പൊ എന്തിനാ ചെയ്യുന്നത്, ഇപ്പൊ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ പോലെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അവനെ വഴികൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫമൻ ഫഅല ദാലിക ഫമാത കാന ഹഖ്ഖൻ അലല്ലാഹ് അയ്യുദ്ഖിലൽ ജന്നah. ഇത്രയും കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇതിനെല്ലാം ആരാണോ ഉപേക്ഷിക്കുന്നത്, ഈ ഇബ്ലീസിന്റെ വഴിയിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, ഒരുപക്ഷെ ആ വഴിയിൽ അവൻ മരണപ്പെട്ടു പോയേക്കാം, ഒരുപക്ഷെ അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം, ഒരുപക്ഷെ അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയേക്കാം, ഇത്രയും കാലം സുഖിച്ചിരുന്ന വീട് നഷ്ടപ്പെട്ടു പോയേക്കാം, ഭാര്യ നഷ്ടപ്പെട്ടു പോയേക്കാം, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആരാണ് ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരാണോ ഉറച്ചു നിൽക്കുന്നത്, അവൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? അയ്യുദ്ഖിലൽ ജന്നah, അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാ. ഇതാണ് കിട്ടുന്നത് അവസാനം. ഇബ്ലീസ് എല്ലാ വഴിയിലൂടെയും നമ്മളെ ഇടങ്ങേറാക്കാൻ വരും. ഏത് നന്മ ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ഇബ്ലീസ് കടന്നു വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ഹൃദയത്തെ നന്മയാൽ സ്വാധീനിക്കപ്പെടണം, എന്നാൽ മാത്രമേ ഇബ്ലീസിനെ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലാണ് ഹബീബായ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. മനുഷ്യന്റെ മനസ്സ് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ആ മനസ്സ് മലക്കിനോളം സ്വാധീനപ്പെടും. രണ്ട്, ഇബ്ലീസിനോളം സ്വാധീനപ്പെടും. രണ്ട് രൂപത്തിലാണ്. മലക്കിനോളം സ്വാധീനപ്പെടുന്ന മനുഷ്യനുമുണ്ടാകും, അല്ല ഇബ്ലീസിനോളം സ്വാധീനപ്പെടുന്ന മനുഷ്യനുമുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഫിൽ ഖൽബി ലമതാനി ലമതു മിൻ മലക്, മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ,
അത് മലക്കിനോളം സ്വാധീനപ്പെടുത്തി കഴിഞ്ഞാൽ മലക്കിനോളം സ്വാധീനപ്പെടുത്തി കൊടുത്താൽ ആ മനസ്സിൽ നിന്ന് ഖൈറും നന്മയും ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളും മാത്രമേ പ്രത്യക്ഷമാവുകയുള്ളൂ. وجد ذلك فليعلم انه من الله سبحانه وتعالى وليحمد الله تعالى. അവൻ അല്ലാഹുവിനെ സ്മരിക്കാൻ സമയം കണ്ടെത്തും. അത് മലക്കിനോളം സ്വാധീനപ്പെടണം. നന്മകൾ ചെയ്യാനുള്ളതായ ഒരു ആർജവം അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് മലക്കിനോളം സ്വാധീനപ്പെട്ടത് കൊണ്ടാണ്. എന്നാൽ മറിച്ച് വലിമ്മത്തു മിനൽ അദുവി ആദു ബിശ്ശിർകി വത്തക്ദീബ്, ഇബ്ലീസിനോളം ശൈത്താനോളം നമ്മുടെ മനസ്സിനെ സ്വാധീനപ്പെടുത്തി കളഞ്ഞാലോ ആ മനസ്സിൽ നിന്നും ശിർക്കും കെദിബും അതുപോലെ തന്നെ തിന്മയും മാത്രമാണ് വരികയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിനെ മലക്കിനോളം സ്വാധീനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എങ്ങോട്ട് നോക്കിയാലും പിടിക്കുന്നത് ചെയ്യുന്നത് മൊത്തം ശൈത്താനിയത്തുമായി കൂടി കലർന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ മലക്കിനോളം സ്വാധീനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഹൃദയവും മസ്തിഷ്കവും കീഴടക്കാൻ എപ്പോഴും ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട്. ശൈത്താനിയത്താണെല്ലാം നമ്മുടെ മക്കളെയൊക്കെ വളർന്നു വരുന്ന സമുദായത്തിന്റെ സമൂഹത്തിന്റെ അവരുടെ ബുദ്ധിയും അവരുടെ സമയവുമെല്ലാം ശത്രുക്കൾ നോട്ടമിട്ടിരിക്കുന്നതാണ്. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ എല്ലാ നിലക്കുമുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെയും ശത്രുക്കൾ കൃത്യമായ നോട്ടമിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മുടെ കേരളത്തില് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പുതിയൊരു വിദ്യാഭ്യാസ നയം എടുത്തു നോക്കൂ. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും നല്ലവനാവുക? അവൻ വിദ്യാസമ്പന്നാകുമ്പോഴാണ് അവൻ ഏറ്റവും വലിയ നന്മയുള്ളവനാവുക. അപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് തള്ളിയിടാൻ അവൻ നൽകുന്ന വിദ്യാഭ്യാസത്തിൽ അറിവിൽ മായം കലർത്തിയാൽ ഒരു മനുഷ്യനെ എത്രയും പെട്ടെന്ന് അവനെ മോശക്കാരനാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളും വലിയ വിദ്യാസമ്പന്നരാണ്. അത് രണ്ട് വിദ്യാഭ്യാസമാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകൾ നടത്തുന്നത്ര കൊള്ളരുതായ്മ നമ്മുടെ സ്റ്റേറ്റുകളിലില്ല, നമ്മുടെ കേരളത്തിലില്ല. അതിന്റെ കാരണം വിദ്യാസമ്പന്നരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ വിദ്യാസമ്പന്നനായാൽ മാത്രമേ അവന്റെ ജീവിതം കൃത്യമായ രൂപത്തിൽ തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനത വിദ്യാഭ്യാസത്തിലൂടെ മാനസികമായി കീഴടക്കാൻ ശ്രമിച്ച ഒരാളാണ് മക്കാള പ്രഭു എന്ന് പറയുന്ന ബ്രിട്ടീഷ് മേധാവി. മക്കാള പ്രഭു എന്ന് പറയുന്നത് 1835 മുമ്പ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇന്ത്യ ഏറ്റവും വലിയ അറബി, പേർഷ്യൻ, സംസ്കൃതം മുതലായ ഭാഷകളിൽ വിദ്യാസമ്പന്നരായിരുന്നു. അവിടുന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ വിദ്യാഭ്യാസ പുതിയ നയം കൊണ്ടുവന്ന ആളാണ് മക്കാള പ്രഭു എന്ന് പറയുന്ന ആള്. എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ അതുവരെ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റം വരുത്തി. അറബി പഠിച്ചിരുന്ന അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷ പഠിച്ചിരുന്ന, സംസ്കൃതത്തിൽ ഉറുദുവായിരുന്ന ആ ഒരു സംസ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസ്കാരത്തെ അദ്ദേഹം കൂട്ടിക്കലർത്തി പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. എന്താണ്? ഒരു ഭാഷ കൊണ്ടുവരുമ്പോൾ ആ ഭാഷയെ എല്ലാവരും പിന്തുടരും. അറബി പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആനിനെ കൃത്യമായി എല്ലാവരും പിന്തുടരും. ആ ഖുർആൻ നൽകുന്ന സന്ദേശങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തിലേക്ക് പകർത്താനും എല്ലാവരും തയ്യാറാകും. അത് മനസ്സിലാക്കിയ മക്കാള പ്രഭു എന്ന് പറയുന്ന ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേധാവി അദ്ദേഹം നടപ്പിലാക്കിയതാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇംഗ്ലീഷ് ഭാഷയെ മോശമാക്കി പറയില്ല, പക്ഷേ
ആ ഇംഗ്ലീഷ് സംസ്കാരം നമ്മുടെ ആ ഭാഷയെ പഠിച്ചപ്പോൾ അതിന്റെ സംസ്കാരം നമ്മുടെ കുട്ടികളിലും കാണാൻ തുടങ്ങി, നമ്മുടെ ആളുകളിലും കാണാൻ തുടങ്ങി. കൃത്യമായ രൂപരേഖയുണ്ടായിരുന്ന ആളുകൾ പലരും വഴിതെറ്റി പോകാൻ തുടങ്ങി, ആ സംസ്കാരത്തെ ജീവിതത്തിലേക്ക് വലിച്ചിഴക്കാൻ തുടങ്ങി. അതിനെതിരെ അന്ന് സംസാരിച്ച മൗലാന മുഹമ്മദ് അലി അന്ന് പറഞ്ഞത്, ഇംഗ്ലീഷ് മനുഷ്യൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ രക്തവും അവരുടെ വിയർപ്പുമെല്ലാം ഇന്ത്യയാണെങ്കിലും അവരുടെ സംസ്കാരത്തിൽ സ്വഭാവത്തിൽ ഇംഗ്ലീഷ് കലർന്നു, ബ്രിട്ടൻ കലർന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തള്ളിക്കളയുന്നാ പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങളൊക്കെ ഇംഗ്ലീഷിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത്. തള്ളിക്കളഞ്ഞതല്ല, പക്ഷേ അതിൽ വന്നിരിക്കുന്ന ചതിക്കുഴിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ കാലത്തെ മഹാരഥന്മാരായ ആളുകൾ അവർ പറഞ്ഞത്, നമ്മുടെ രക്തത്തിലോടുന്നത് ഇന്ത്യൻ ചോരയാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലൂടെ പോകുന്നത് അത് ഇംഗ്ലീഷ് സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയത്. എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? ആ ഒരു കൃത്യമായ രൂപരേഖയാണ് ഇന്നത്തെ സംസ്കാരത്തിൽ, ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റുകൾ നമ്മുടെ മേൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം അവർ ഭയങ്കര ഭീഷണിയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും നമ്മുടെ കുട്ടികളിലേക്ക് പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ അവർ കെട്ടിവെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ബഹുസ്വരത തകർത്ത് ഒരു സ്വരമാക്കണം, മതേതരം തകർത്ത് ഏകമതമാക്കണം, സൗഹാർദ്ദം തകർത്ത് വിദ്വേഷം പ്രകടിപ്പിക്കണം, ബഹുഭാഷയ്ക്ക് പകരം ഒരു ഭാഷ പഠിപ്പിക്കണം. ഇന്ന് നമ്മളൊക്കെ പഠിക്കുന്ന വിമാനം കണ്ടുപിടിച്ച ആള് റൈറ്റ് സഹോദരന്മാരാണെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വരുമ്പോ അതിന്റെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ മാറും. അന്ന് വിത്തുകളിൽ കണ്ടുപോയ ആരെങ്കിലുമൊക്കെ ആവും, ചരിത്രങ്ങൾ കണ്ടുപോയ ആരെങ്കിലുമൊക്കെ ആവും. ഇങ്ങനെ ഓരോ രൂപത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് കൃത്യമായ അജണ്ടയോടുകൂടെ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളാണ് നമ്മുടെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പൂർണ്ണമായും പഠനത്തിന് അർഹനാക്കണം. മാത്രവുമല്ല, ഈ അടുത്ത് വരുന്ന 2 ദിവസമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന SIR എന്ന് പറയുന്ന ഒരു വോട്ട് പരിഷ്കരണം ഭയങ്കര ആശങ്കകളാണ് നമുക്ക് വരുന്നത്. ഏത് രൂപത്തിലൂടെ തിരിഞ്ഞാലും കൃത്യമായ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. SIR എന്ന് പറയുന്ന പുതിയ വോട്ടർ ലിസ്റ്റ് നിലവില് ഇപ്പൊ നമ്മളൊന്നും മാറില്ല. ഇന്ത്യയുടെ നിയമപ്രകാരം നമ്മൾ ആരും വോട്ടർ ലിസ്റ്റ് ഇല്ലാത്തവരാണ്. നമുക്കൊരു പുതിയ MLA-യോ പുതിയ MP-യെയോ നിലവിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ അർഹനല്ല. അതാണ് SIR. നിലവിൽ അതെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. 2022 വോട്ടർ ലിസ്റ്റ് പ്രകാരമാണ് ഇനി പുതിയ ലിസ്റ്റ് അവർ പുറത്തേക്ക് വിടുന്നത്. ഇതൊക്കെ വായിച്ചെടുത്തപ്പോ അവരതിൽ കുറെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ആദ്യം പറയുന്നത് 2022 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഇനി പുതിയ ലിസ്റ്റ് വരുന്നത് എന്നാണ്. ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് തുടർന്ന് അങ്ങോട്ടുള്ള വോട്ടർ ലിസ്റ്റിൽ കയറി വരുന്നത്. വോട്ടർ 2022 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അത് വലിയൊരു ചതിയാണ്. കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാബാക്കും മക്കളുടെ വോട്ട് ചേർത്തല്ലോ, നമുക്ക് ഓക്കെയാണ്. പക്ഷെ അത് ഭയങ്കര ചതിയാണ്. 2022 വോട്ടർ പട്ടികയിൽ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ലിസ്റ്റ് ഉണ്ട്? ഒരു 40 വയസ്സ് മുമ്പ് പ്രായമുള്ള ആളുകൾക്ക് ആർക്കാണ് വോട്ടർ ലിസ്റ്റിൽ ഉള്ളത്? ചതിയാണിത്. ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നമ്മളെ തളച്ചിടുന്ന രൂപത്തിലാണ് പുതിയ ISR പരിഷ്കരണം കൊണ്ടുവരുന്നത്. അതിലുള്ളവർക്ക് കുഴപ്പമില്ല, 2022 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് കുഴപ്പമില്ല. എത്ര പേർ വോട്ട് ചെയ്തു ഓർക്കട്ട? 2002 ഒരു 40 വയസ്സിന്റെ മുകളിലുള്ള ആരെങ്കിലും ഓർക്കട്ട 2002 വോട്ട് ചെയ്തിട്ടുണ്ട്? ചതിയാണ്, 1-ാം നമ്പർ ചതി. എന്നാലും പെട്ടെന്ന് മനസ്സിലാവൂല, നമ്മൾ വിചാരിക്കുന്നുണ്ടെന്ന്. അവരാരും അതിനുവേണ്ടി തയ്യാറാവൂല. കൃത്യമായി SIR-ന്റെ കൃത്യമായ രേഖകൾ, കൃത്യമായ കാര്യങ്ങൾ
അപ്ഡേഷനുകൾക്കനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ഒക്കെ തരുന്ന കൃത്യമായ അപ്ഡേഷനുകൾ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് നമ്മൾ കൃത്യമായി കണക്കാക്കണം. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങൾ, നമ്മളാണ് ഈ വിഷയത്തിലേക്ക് ഏറ്റവും കൂടുതലും പോരായ്മയിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുടേതായ രൂപത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളും ഹർജികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കൃത്യമായി നമ്മുടെ രേഖകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കണം. അശ്രദ്ധമായി പോകാൻ പാടില്ല. ചില ആളുകൾ മല്ലെടുത്തുകൊണ്ട് പറയും ഞങ്ങളൊന്നും ചേർക്കൂല എന്ന് പറയും. ചേർത്തില്ല, കുഴപ്പമൊന്നുമില്ല. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കാം ഒരു പക്ഷേ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നിലവിൽ വരിക. അന്നേരം ബീഹാറിലാണ് ഒന്നാമതായി ഒരു നടപ്പിലാക്കിയത്. ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു നിൽക്കുന്നത്. ഇനി അടുത്തത് കേരളമടക്കം 12 സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കുമ്പോൾ എത്രമാത്രം സുതാര്യമായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ആശങ്കകളൊന്നുമില്ല, പക്ഷെ ശ്രദ്ധ വേണം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ രേഖകളെല്ലാം കൃത്യമായിരിക്കണം. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിന്റെ സമയം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നം വരുന്നത് ഈ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നമ്മുടെ ഇലക്ഷനും വരുന്നത്. രണ്ടും ഒരുമിച്ച് വരുന്നതായ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അശ്രദ്ധയിലായി പോകാം. നമ്മുടെ രേഖകളൊക്കെ എന്താണോ അവർ പറയുന്ന രേഖകൾ അതെല്ലാം കൃത്യമായി കണക്കാക്കി വെച്ച് 2022 വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നൊക്കെ കൃത്യമായി കണക്കാക്കി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ മുന്നിട്ടിറങ്ങുക. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമ്മൾ ഈ വിഷയത്തിൽ എപ്പോഴും പുറകോട്ട് പോകുന്നതുകൊണ്ടാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ രേഖകളൊക്കെ കൃത്യമായിരിക്കും. പൗരത്വ ഭേദഗതി CAA ഒക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇറങ്ങിയത് ആരൊക്കെയാണ്? നമ്മുടെ ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി എന്നെ ബാധിക്കൂല എന്നുള്ളതല്ല, എന്നെ ബാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല സ്വസ്ഥമായി സ്വതന്ത്രമായി ഈ പിറന്ന നാട്ടിൽ ഈ നാട്ടിൽ തന്നെ മരിച്ചു വീഴാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.